കൊടും ക്രിമിനലുകളുമായി ചേരില്ലെന്ന് ഇറാൻ. ജനീവയിൽ ഇറാൻ സൃഷ്ടിച്ചത് പുതിയ ചരിത്രമാണ്. ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് ഏറെക്കുറെ ഒരു ധാരണയായി പുറത്തു വരുന്നതോടനുബന്ധിച്ചാണ് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി അമേരിക്ക ഇറാനെ ക്ഷണിച്ചത്. ഗ്രൂപ്പ് ഫോട്ടോയോ ഷെയ്ക്കൻഡോ ഇല്ല എന്നുള്ള പ്രഖ്യാപനം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി പറയുകയും ചെയ്തു. നിങ്ങളുമായി ചേരുന്നില്ല. കാര്യം, നിങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയവരാണ്, ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തിയവരാണ്, ദേശത്തെ തകർത്തവരാണ്, സൈനികരെയും വയോധികരെയും സ്ത്രീകളെയും കൂട്ടക്കൊല ചെയ്തവരാണ്. നിങ്ങൾ ഗസയിൽ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ലബനാനിൽ ചെയ്തിട്ടുണ്ട്. നേരിട്ടല്ലെങ്കിലും മറ്റു തലത്തിൽ. നിങ്ങളുമായി ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കാൻ പറ്റാത്തതാണ്. അകന്ന് നിൽക്കുക തന്നെയാണ് ഉചിതം. കാര്യം, സഹകരണവും സന്തോഷവുമല്ല പങ്കിടാനുള്ളത്, നിങ്ങളുമായിട്ട് യുദ്ധം തന്നെയാണ് അഭിമാന്യമായിരിക്കുന്ന കാര്യം എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. ഈ തരത്തിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അബ്ബാസ് അറാഞ്ചിയുടെ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലോകം വല്ലാത്ത രീതിയിൽ പ്രതീക്ഷയോടുകൂടിയാണ് ജനീവ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ച പരാജയമായിരുന്നു. പിന്നീട് മധ്യസ്ഥരുമായി ഇടപെട്ട് ഏറെക്കുറെ ശാന്തതയോടെ വന്നു. ഏറ്റവും ഒടുവിൽ ഏത് അവസ്ഥയിലാണ് അവസാനിപ്പിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു തീർപ്പ് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ പ്രശ്നങ്ങൾ രമ്യമായ രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിലാണ് പ്രശ്ന പരിഹാരങ്ങൾ ഏറെക്കുറെ ആയല്ലോ, ഇനി നമ്മൾക്ക് സൗഹൃദ സന്ദേശത്തോട് കൂടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കൻഡ് കൊടുത്ത് പിരിയാം എന്ന് അമേരിക്കയുടെ ഭാഗത്തുനിന്ന്, ജെ ഡി വിൻസന്റെ ഭാഗത്തുനിന്നൊക്കെയാണ് താല്പര്യങ്ങൾ പുറത്തു വന്നത്.